ഒരുപാട് നാളുകൾക്ക് ശേഷം ഫാമിലിയായിട്ട് പോകുന്നൊരു കുഞ്ഞു യാത്രയാണത്. രാവിലെ 7:30 തന്നെ ഞങ്ങളെല്ലാവരും വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി. 7:40 ഷൊർണൂർ കണ്ണൂർ മെമുവിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പണി കഴിഞ്ഞ വടകര സ്റ്റേഷനല്ല, പണി നടന്നുകൊണ്ടിരിക്കുന്ന വടകര സ്റ്റേഷനാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രെയിൻ 20 മിനിറ്റ് വൈകിയാണ് സ്റ്റേഷനിലെത്തിയത്. രാവിലെ ആയതുകൊണ്ടും മെമുവിൽ പതിവ് പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. കണ്ണൂരേക്ക് പോകുന്ന സ്റ്റുഡൻസും ജോലിക്കാരും ഒക്കെ തന്നെയാണ് ട്രെയിനിൽ കൂടുതലും. മാഹി എത്തിയപ്പോൾ തന്നെ സീറ്റ് കിട്ടി. ഇനി കണ്ണൂർ വരെ ഇരുന്ന് പോകാമല്ലോ എന്ന് മനസ്സിലാലോചിച്ച് സന്തോഷിച്ചു. ഇനി എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ സ്വന്തം പറശ്ശിനിക്കടവിലേക്കാണ്. ഈ യാത്രയിൽ അച്ഛൻ, അമ്മ, ചേച്ചി ഇവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അല്ല, ഇവരുടെ കൂടെ ഞാനാണ് പോയതെന്ന് പറയാം. ട്രെയിനിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളെല്ലാം തന്നെ മനോഹരമായിരുന്നു. കണ്ടൽക്കാടുകൾ തന്നെയായിരുന്നു പ്രധാന കാഴ്ച. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ തന്നെ ഒരുപാട് കണ്ടൽക്കാടിൻ്റെ കാഴ്ചകൾ തന്നെയായിരുന്നു. ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് പുഴകൾ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള മയ്യഴി പുഴയും കുയ്യാലി പുഴയും പിന്നെ റെയിൽവേ ബ്രിഡ്ജും ധർമ്മടം പുഴയും അഞ്ചരക്കണ്ടി പുഴയും അങ്ങനെ ഒട്ടനവധി പുഴകൾ നമ്മൾ ഈ യാത്രയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി. കണ്ണൂർ ഇറങ്ങിയപ്പം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ റെസ്റ്റോറൻറ്റ് അപ്പി അങ്ങ് ഇറങ്ങി. MR കണ്ടപ്പം അവിടെ കയറി. നാല് പേർക്കും കൂടി 4 മസാല ദോശ ഓർഡർ ചെയ്തു. നല്ല ചൂട് മസാല ദോശ ആയതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളങ്ങനെ ഓരോ കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ കണ്ണൂർ ഇറങ്ങിയാൽ പിന്നെ നല്ല ചിപ്സ് കിട്ടുന്നുണ്ട്. അതും വാങ്ങി ഞാനും ചേച്ചി അങ്ങനെ നടന്നു. നേരെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് എല്ലാ സമയത്തും പറശ്ശിനിക്കടവിലേക്ക് ബസ് ഉണ്ടാവും. ഞങ്ങളൊരു ബസ്സിൽ കയറി. ഭാഗ്യത്തിന് സീറ്റും കിട്ടി. അങ്ങനെ പറശ്ശിനിക്കടവ് എത്തിയപ്പോൾ ബസ് ഇറങ്ങി മെല്ലെ നടക്കാൻ തുടങ്ങി. ബസ് ഇറങ്ങി കുറച്ചേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ. സ്റ്റാൻഡിൽ നിന്ന് തന്നെ കവാടം കാണാൻ പറ്റും. പിന്നെ കുറേ ചെറിയ കടകളും. ആ പഴമയുടെ എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. ദേ ഒരു മരത്തിൽ കുറേ കുരങ്ങന്മാർ.
അതിനെയും കണ്ട് ടാറ്റയും പറഞ്ഞ് മെല്ലെ അങ്ങ് നടന്നു. ചെറുപ്പത്തിൽ ഇവിടെ കുറേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വഴികളെല്ലാം പെട്ടെന്ന് ഓർമ്മയിലും വരുന്നുണ്ട്. ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴത്തേക്ക് പോകാനുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ചന്തകൾ കാണാൻ പറ്റും. ഉത്സവത്തിന് മാത്രമല്ല, എല്ലാ സമയത്തും ഇവിടെ ചന്തകളുണ്ടാവും. ഒരുപാട് ജനങ്ങൾ വരുന്ന അമ്പലമായതുകൊണ്ട് ഇവിടെയുള്ളവർക്കൊക്കെ സ്ഥിരം തൊഴിൽ കൂടിയാണ് ഈ ചന്തകൾ, കടകളൊക്കെ. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മുത്തപ്പനാണ്. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ഈ തെയ്യം കെട്ടിയാടും. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ചന്തകളുണ്ട്, അതൊക്കെ കണ്ട് ഇങ്ങനെ പോവാന്ന്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ഐതിഹ്യം അനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കരിയിലത്ത് 5.5 മനക്കലാണ് മുത്തപ്പൻ്റെ ബാല്യകാലം. ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റേത്. ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റേത്. സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നും നായാടിയും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിക്കുകയായിരുന്നു മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. വളപട്ടണം പുഴയുടെ പടിഞ്ഞാറേക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പം ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് ഹോട്ടലുകളും ലോഡ്ജുകളും കടകമ്പോളങ്ങളും എല്ലാം. ക്ഷേത്രത്തിലേക്ക് എത്താൻ ഹെയർപിൻ വളവുകളും ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ നേരത്തെ നടന്നു വന്നത്. ദേ ഈ കാണുന്നതാണ് വളപട്ടണം പുഴ. അതിരാവിലെ 5:45 മുതൽ 8 മണി വരെ തിരുവപ്പനയും വെള്ളാട്ടവും ഇവിടെ നടക്കുന്നുണ്ട്. പോരാത്തതിന് വൈകുന്നേരം 6:30ക്കും ഇതേ ചടങ്ങ് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ കയറാം. പിന്നെ നമുക്ക് ചായയും ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അവിടുന്ന് ഉച്ചഭക്ഷണവും കിട്ടും, അതുപോലെ തന്നെ നല്ല പയറും ചായയും ഈ തേങ്ങയുടെ പൂളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ എം.ആർ.ഐയിലേക്ക് വിട്ട് തിരിച്ച് നമ്മൾ രാവിലെ കഴിച്ച ഭക്ഷണം കഴിച്ച് ആ ഹോട്ടലില്ലേ എം.ആർ.ഐ ഹോട്ടൽ, അവിടത്തേക്ക് പോയി ബിരിയാണി കഴിച്ച്. കുഴപ്പമില്ല, നല്ല ഒരു തലശ്ശേരി ടൈപ്പ് ബിരിയാണിയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കാണാം നമുക്കിത്.